ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടീ ആണ്. അപ്പോൾ സ്പെഷ്യൽ ടീ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സ്പെഷ്യൽ ഒരു ബ്ലൂ ടീ. അപ്പം ഈ ബ്ലൂ ടീ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ശംഖുപുഷ്പം എന്ന് പറയുന്ന ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചെടിയുടെ വേരും തണ്ടും പൂവും ഒക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. അപ്പം അതൊക്കെ പോട്ടെ, നമുക്ക് ചായ ഉണ്ടാക്കാം. ആദ്യം വെള്ളം തിളയ്ക്കുന്നു. ചായപ്പൊടിക്ക് പകരം നമ്മൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകളാണ് ഇടുന്നത്. ഈ ഇതളുകൾ തിളച്ച വെള്ളത്തിൽ ഇടുമ്പം തന്നെ അതിൻ്റെ കളറ് മാറും, ഒരു ബ്ലൂ കളറിലേക്ക് മാറും. ഇത് കുറച്ച് കളർ കൂടിയോ എന്ന് സംശയമില്ലാതില്ല. അത് അവിടെ പോട്ടെ. പിന്നെ ഈ ഒരു നാരങ്ങ ഇതെന്തിനാണ് എടുത്തതെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നിന്ന് ഈ ഇതളുകളൊക്കെ മാറ്റുക. അപ്പോൾ ഇതൾ മാറ്റുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ നല്ല കളറുള്ള ഒരു നീല കളറുള്ള ആ ഇതളുകളിൽ നിന്നൊക്കെ ഈ കളറൊക്കെ പോയിട്ടൊരു വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും അതിൻ്റെ കളറ് മൊത്തം ആ വെള്ളത്തിൽ ലയിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി ചേർന്നിട്ടുണ്ട്. അപ്പം ഈ വെള്ളം നമുക്കൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗ്ലാസ്സിലേക്ക് മാറ്റുമ്പം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു മണ്ണെണ്ണയുടെ കളറാണ് ഉള്ളത്. ഇതിനെക്കാളും കുറച്ച് ലൈറ്റായിട്ടുള്ള കളറ് മതിയാവും. ഇത് കുറച്ച് കൂടിപ്പോയതുകൊണ്ടായിരിക്കാം. അപ്പം പിന്നെ ഞാൻ നാരങ്ങ എടുത്തതിൻ്റെ മെയിൻ കാര്യമാണ്, ഈ വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒറ്റിക്കുമ്പം അതൊരു പർപ്പിൾ കളറിലേക്ക് മാറും, നമുക്കൊരു ഇഷ്ടമുള്ളൊരു കളറിലേക്ക് മാറും. അപ്പം ഈ കളറൊക്കെ ഒറ്റിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഞാൻ കുടിച്ചു. പക്ഷെ എനിക്കത് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ഞാൻ അമ്മയ്ക്കും കൊടുത്തപ്പം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ തരക്കേടില്ല എന്ന് പറയാം. അത് പൊതുവേ അങ്ങനെ തന്നെയാണല്ലോ. നല്ല നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് നല്ല ഔഷധം നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങൾക്കൊന്നും അല്ലെങ്കിലും ടേസ്റ്റ് കുറച്ച് കുറവായിരിക്കും, പക്ഷെ അത് നല്ല ബെനിഫിറ്റ് ഉള്ളതായിരിക്കും. അപ്പം ഈ ടീ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.